നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ്, അതിൽ വാർത്തകളൊക്കെ മുഴുകി നിൽക്കുകയാണ്. അതിനിടയിൽ ഉയരുന്ന ചോദ്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ? ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ജില്ലാ സെഷൻസ് കോടതിയുടെ ഉത്തരവ് വന്ന ശേഷം അറസ്റ്റിന്റെ കാര്യത്തിൽ നിർണായകമായ തീരുമാനത്തിലേക്ക് പോലീസ് കടക്കും. കേരളം, തമിഴ്നാട്, ബംഗളൂരു പ്രദേശങ്ങളിലൊക്കെ അരിച്ചു പറക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്താനായി. കേരളത്തിലെ എല്ലാ ജില്ലകളിലും SP-മാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്താൻ. രാഹുലുമായി അടക്കമുള്ളവർ നിരീക്ഷണത്തിലാണ്. കേസിലെ രണ്ടാം പ്രതിയും രാഹുലിന്റെ സുഹൃത്തുമായ ജോബി ജോസഫും ഒളിവിലാണ്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. നിർബന്ധിത ഗർഭചിത്രമടക്കം നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് യുവതി വിശദമൊഴി നൽകിയ സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം കിട്ടില്ല എന്നാണ് പോലീസിന്റെ നിലവിലെ കണക്കുകൂട്ടൽ. തിരുവനന്തപുരത്തെയും പാലക്കാട്ടെയും ഫ്ളാറ്റുകളിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചതിന്റെ തീയതി അടക്കമുള്ള വിശദാംശങ്ങൾ യുവതിയുടെ മൊഴിയിലുണ്ട്. ബലാത്സംഗവുമായി ബന്ധപ്പെട്ട 4 വകുപ്പുകളും ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് പീഡിപ്പിച്ചെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട വകുപ്പും ചുമത്തിയാണ് കേസ്. അതേസമയം താൻ നിരപരാധിയാണെന്ന് അവകാശപ്പെട്ട് കൂടുതൽ തെളിവുകൾ രാഹുൽ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അതിജീവിതയ്ക്കെതിരെയുള്ള തെളിവുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ചിരിക്കുന്നത്. യുവതിയുമായി നടത്തിയ വാട്സാപ്പ് ചാറ്റ്, ഫോൺ സംഭാഷണം, യുവതിയും ഭർത്താവും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ എന്നിവയാണ് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിക്ക് കൈമാറിയത്. യുവതി ഗർഭിണിയായ കാലയളവിൽ അവർ വിവാഹിതയായിരുന്നുവെന്നും ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു എന്ന വാദം തെറ്റാണെന്നും രാഹുൽ മാങ്കൂട്ടം വാദിക്കുകയാണ്. താനും യുവതി അടുപ്പത്തിലായിരുന്നു, യുവതി സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഗർഭചിത്രം നടത്തിയത് തുടങ്ങിയ വാദങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ജാമ്യാപേക്ഷ തള്ളിയാൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് നീക്കം. ഫേസ്ബുക്കിൽ യുവതിക്കെതിരായ അധിക്ഷേപകരമായ പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ മെറ്റയ്ക്ക് പോലീസ് ഇമെയിൽ അയച്ചു. അതേസമയം അതിജീവിതയെ അധിക്ഷേപിക്കുന്നവർക്കെതിരെ പോലീസ് കേസെടുക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ അതിജീവിതയുടെ സ്വകാര്യത വെളിപ്പെടുത്തുന്ന പരാതിയിൽ നെടുങ്കണ്ടം സ്വദേശിക്കെതിരെ കേസ്. സമൂഹ മാധ്യമത്തിൽ അതിജീവിതയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള പോസ്റ്റ് ഇട്ടെന്നാണ് ഈ നെടുങ്കണ്ടം സ്വദേശിക്കെതിരെയുള്ള ആരോപണം. നെടുങ്കണ്ടം പോലീസാണ് അന്വേഷണം നടത്തുന്നത്. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റൊരു വിവരത്തിലേക്ക് കൂടി നിർണായകമായ വിവരം, അതിജീവിത 2 തവണ ആത്മഹത്യക്ക് ശ്രമിച്ചു. ലൈംഗിക പീഡനത്തിനിരയായ യുവതി 2 തവണ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. രാഹുലിൽ നിന്നുണ്ടായ പീഡനത്തിനും നിർബന്ധിത ഗർഭചിത്രത്തിനും പിന്നാലെ അമിതമായി മരുന്ന് കഴിച്ചാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇതേ തുടർന്ന് ഏതാനും ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞു. ഒരു തവണ കൈഞ്ഞരമ്പ് മുറിക്കാൻ ശ്രമിച്ചതായും യുവതി പോലീസിന് മൊഴി നൽകി. ഗർഭചിത്രം നടത്താൻ 2 ഗുളികകൾ തന്നെ കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിച്ചതായി യുവതി ഡോക്ടറോട് വെളിപ്പെടുത്തിയിരുന്നു. ഇക്കാര്യം ഡോക്ടർ പോലീസിനോട് അറിയിച്ചു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒളിവിലാണ്. പ്രത്യേക സംഘം വ്യാപകമായി പരിശോധന നടത്തുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്താൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് നിന്ന് രക്ഷപ്പെട്ട കാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. സ്വന്തം കാർ ഉപേക്ഷിച്ച് ചുവന്ന നിറത്തിലുള്ള കാറിലാണ് യാത്ര ചെയ്തതെന്നാണ് സൂചന. ഒരു ചലച്ചിത്ര താരത്തിന്റെ ഉടമസ്ഥതയിലുള്ള കാറാണ് ഇത് എന്ന വിവരമടക്കം പുറത്തു വരുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലടക്കം ചില താരങ്ങളുടെ കാറ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കാറിലാകാം രക്ഷപ്പെട്ടത് എന്നടക്കമുള്ള ചില പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഒരു സ്ഥിരീകരണം വരേണ്ടതായിട്ടുണ്ട്. ഏത് സുഹൃത്തിന്റെ കാറിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടത്? ആരാണ് സംരക്ഷണം ഒരുക്കിയതെന്ന ചോദ്യം നിലവിൽ ഉയരുന്നു. മാത്രമല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്ത്, കേസിലെ തന്നെ 2ാം പ്രതി ജോബി ജോസഫും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഉണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലവിലെ സംശയം. കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ജാമ്യ ഹർജിക്കൊപ്പം ഉൾപ്പെടുത്താൻ കൂടുതൽ തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. പരാതിക്കാരിയുമായുള്ള വാട്സാപ്പ് ചാറ്റിന്റെ രേഖകൾ, ഓഡിയോ, വീഡിയോ ക്ലിപ്പുകൾ എന്നിവ അടക്കം ഹാജരാക്കി. എന്നാൽ ജാമ്യ ഹർജി ബുധനാഴ്ചയാണ് പരിഗണിക്കുക. ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നത് ഒരു ചോദ്യം തന്നെയാണ്. പാലക്കാട് ഫ്ളാറ്റിൽ നിന്ന് പോകും മുൻപ് അവിടെ അവസാനം എത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ DVRൽ നിന്ന് മായ്ച്ചു കളഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കെയർടേക്കറിൽ നിന്ന് ഉൾപ്പെടെ പ്രത്യേക സംഘം മൊഴി ശേഖരിച്ചിരുന്നു. മാത്രമല്ല, രാഹുലുമായി ബന്ധമുണ്ടായിരുന്ന ചിലർക്ക് കൂടി മൊഴിയെടുക്കലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുമുണ്ട്. മാധ്യമങ്ങളുടെ പുറത്തുവന്ന ശബ്ദരേഖയിലുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലെ ശബ്ദം തന്നെയാണെന്ന സ്ഥിരീകരണവും വന്നിട്ടുണ്ട്. ജാമ്യ ഹർജി പരിഗണിക്കും വരെ കാത്തിരിക്കാതെ അദ്ദേഹത്തെ പിടികൂടാനാണ് ശ്രമമെന്നാണ് പോലീസ് പറയുന്നത്. തെളിവ് ശേഖരണം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ബുധനാഴ്ചയ്ക്ക് ശേഷമേ ഉണ്ടാകുമെന്നും ചില ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം അതിജീവിതയെ അധിക്ഷേപിച്ചാൽ നടപടിക്കൊരുങ്ങി കോൺഗ്രസ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ അധിക്ഷേപിക്കുന്ന ഒരു നടപടിയും പാടില്ല എന്ന് കോൺഗ്രസ് അണികൾക്ക് കോൺഗ്രസ് നേതാക്കന്മാരുടെ നേതൃത്വത്തിന്റെ മുന്നറിയിപ്പ്. സമൂഹ മാധ്യമങ്ങൾ അടക്കം ഇതിന് മുതിർന്നാൽ കടുത്ത അച്ചടക്ക നടപടി സ്വീകരിക്കാൻ പാർട്ടി തീരുമാനം. അതേസമയം
ഈ ഫ്ലാറ്റിലെ ദൃശ്യങ്ങൾ ഏറ്റവും നിർണായകമാണ്. ഈ യുവതി ഫ്ലാറ്റിലെത്തി എന്ന് പറയുമ്പോൾ ഫ്ലാറ്റിലെത്തിയതായിട്ടുള്ള CCTV ദൃശ്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ അതായത് രാഹുൽ മങ്കുടത്തിൽ MLA താമസിച്ചിരുന്ന കുന്നത്തൂർമേട് ഫ്ലാറ്റിലെ നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യങ്ങൾ മായ്ച്ചു കളഞ്ഞോ എന്നതും അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. ഒരു വ്യക്തത ആ കാര്യത്തിലും വരേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് രാഹുൽ മങ്കുടത്തിൽ രക്ഷപ്പെട്ട ചുവന്ന കാറ് ആരുടേതാണ്, ആരുടെ ചുവന്ന കാറിലാണ് രാഹുൽ മങ്കുടത്തിൽ രക്ഷപ്പെട്ടത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്. എന്തായാലും ഇത് ഒരു കാർ ഒരു സിനിമാ താരത്തിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞതായി സൂചന കിട്ടി. എന്തായാലും ഔദ്യോഗികമായ ഒരു പ്രതികരണമൊക്കെ വരേണ്ടതായിട്ടുണ്ട്. സ്വന്തം വാഹനം ഫ്ളാറ്റിൽ നിർത്തിയിട്ട ശേഷമാണ് മറ്റൊരു കാറിൽ രാഹുൽ പോയതെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് മനസ്സിലായത്. നമ്പർ പരിശോധിച്ചപ്പോൾ കാർ സിനിമാ താരത്തിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞതായാണ് പ്രചാരണം. അതേസമയം രാഹുൽ മങ്കുടത്തിൽ കോയമ്പത്തൂരിലേക്ക് കടന്നതായാണ് സൂചന. കോയമ്പത്തൂരിലും ബംഗളൂരിലും പോലീസ് പരിശോധന നടത്തുമെന്നാണ് വിവരം. അന്വേഷണത്തിനായി തിരുവനന്തപുരം സിറ്റി പോലീസിന് കീഴിൽ പ്രത്യേക സംഘമുണ്ട്. ഇതിനു പുറമെ ഓരോ ജില്ലകളിലും ഓരോ സംഘങ്ങളെയും ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിൽ നിയോഗിച്ചിട്ടുണ്ട്. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ നിർദ്ദേശപ്രകാരമാണ് ഓരോ ജില്ലയിലെയും പരിശോധന. രാഹുലിന്റെ പാലക്കാട് കുന്നത്തൂർമേട്ടിലെ ഫ്ളാറ്റിൽ നിന്ന് ശേഖരിച്ച CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. ഒരു മാസത്തെ ദൃശ്യങ്ങൾ SIT സംഘം കഴിഞ്ഞ ദിവസം ശേഖരിച്ചിരുന്നു. ഇതിൽ രാഹുൽ മുങ്ങിയ കഴിഞ്ഞ വ്യാഴാഴ്ചയിലെ ദൃശ്യങ്ങളാണ് DVRൽ നിന്ന് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പാർട്ട്മെന്റ് കെയർടേക്കറെ സ്വാധീനിച്ച് ഡിലീറ്റ് ചെയ്തെന്നാണ് സംശയം. പഴയ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചതായി പാലക്കാട് ASP രാജേഷ് കുമാർ പറഞ്ഞിരുന്നു. ഒളിവിൽ പോയ വഴി കണ്ടെത്താൻ പാലക്കാട് കണ്ണാടിയിൽ നിന്ന് തുടങ്ങി 9 ഇടങ്ങളിൽ CCTV ദൃശ്യങ്ങളും ശേഖരിച്ചിരുന്നു. മലമ്പുഴയിലെ റിസോർട്ടിൽ രാഹുൽ താമസിച്ചെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. രാഹുൽ മങ്കുടത്തിൽ തിരുവനന്തപുരത്ത് എത്തിയെന്ന പ്രചാരണം പോലീസ് തള്ളി. ഒളിവിലല്ലെന്ന് തോന്നിപ്പിക്കാൻ നടത്തിയ നീക്കമായിരുന്നു അതെന്നാണ് വിലയിരുത്തൽ. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ നിരവധി നീക്കങ്ങൾ നടന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാഹുലിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തെയും ഡ്രൈവറെയും ചോദ്യം ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.